തമിഴ്നാട് മധുരൈ തിരുപ്പരൻകുണ്ട്രം മുരുകക്ഷേത്രത്തിൽ കാർത്തിക ദീപം കൊളുത്താനെത്തിയ ഭക്തരെ തടഞ്ഞ പോലീസ്. ആചാരപരമായി ഇവിടെ ദീപം തെളിയിക്കാൻ മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. എന്നാൽ കോടതി ഉത്തരവുണ്ടായിട്ടും ജില്ലാ ഭരണകൂടം 144 പ്രഖ്യാപിക്കുകയായിരുന്നു. മലയിലെ ദർഗയുടെ പേരിൽ ഭരണകക്ഷിയുടെ പിന്തുണയോടെ ക്ഷേത്രഭൂമി കൈയടക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഹിന്ദു മുന്നണിയുടെ നേതൃത്വത്തിൽ ഭജന ഉൾപ്പെടെ നടത്തിയാണ് ഇന്ന് ഭക്തർ പ്രതിഷേധിച്ചത്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ഈ തിരുപ്പരൻകുണ്ട്രം അവിടെ ഈ ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാടുന്ന സംഭവങ്ങൾ എല്ലാം നേരത്തെ തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. വലിയ നിയമയുദ്ധത്തിന് ശേഷമാണ് ഡിസംബർ 1-ാം തീയതി മദ്രാസ് ഹൈക്കോടതി ഈ ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കാനുള്ള അനുമതി നൽകുന്നത്. പക്ഷേ ക്രമസമാധാന പ്രശ്നം മുൻനിർത്തിക്കൊണ്ട് അവിടെ ദീപം തെളിയിക്കാനാകില്ല എന്ന നിലപാടിൽ DMK സർക്കാരും പോലീസും നിലപാടെടുത്തു. ഒടുവിൽ എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നത്? വലിയ പ്രതിഷേധം തന്നെയാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഈ തിരുപ്പരംകുன்றത്തെ മലമുകളിൽ ക്ഷേത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാമിസ്റ്റുകൾ അവകാശപ്പെടുന്ന തരത്തിലൊരു സിക്കന്ദർ ബാദുഷാ ദർഗ, ഈ ദർഗയ്ക്ക് സമീപമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പോലീസും ഈ ഭക്തരെ തടഞ്ഞത്. അതായത് ഈ മലമുകളിലുള്ള ദീപത്തൂണിൽ കാർത്തികയ്ക്ക് ദീപം തെളിയിക്കുക എന്നുള്ളത് സാധാരണയായുള്ള ഒരു ആചാരം തന്നെയാണ്. അത് തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദീപം തെളിയിക്കുക എന്നുള്ളത് വലിയ തരത്തിൽ ഹൈന്ദവ വിശ്വാസികൾ ആചരിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമയുദ്ധം ഭക്തർ ഏറെക്കാലമായി നടത്തുന്നുണ്ടായിരുന്നു. ഈ മലമുകളിലെ ഇസ്ലാമിസ്റ്റുകൾ ഈ ഭൂമിയൊക്കെ കൈയടക്കി വെച്ചപ്പോൾ അതിന് സമീപത്തായി തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്നുള്ള ആവശ്യം അത് ഹൈക്കോടതി വരെ സമീപിച്ചിരുന്നു. മദ്രാസ് ഹൈക്കോടതിയിലടക്കം ഈ സമർപ്പിച്ചിരുന്ന 3-ലധികം ഹർജികൾ കോടതി അത് മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് തന്നെ അത് പരിഗണിച്ചുകൊണ്ട് തന്നെ കൃത്യമായും ഭക്തർക്ക് അനുകൂലമായ രീതിയിലാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. അതിന് പിന്നാലെ തന്നെ ഈ കാർത്തിക നാളിൽ, അതായത് ഭക്തരെല്ലാം തന്നെ വലിയ സന്തോഷത്തിൽ അവിടേക്ക് ഈ ദീപം കത്തിക്കുവാനായി എത്തുമ്പോഴാണ് ഇത്തരത്തിൽ ക്രമസമാധാന പ്രശ്നം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവിടെ പ്രശ്നം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ജില്ലാ ഭരണകൂടം അടക്കം, അതായത് ഈ DMK സർക്കാരും ജില്ലാ ഭരണകൂടവും ചേർന്നുകൊണ്ട് അവിടെ ഭക്തരെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ 144 പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ തന്നെ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് ഭക്തർ കടക്കുകയായിരുന്നു. തുടർന്ന് ഭജനയടക്കം ഹിന്ദു മുന്നണിയുടെയും അതോടൊപ്പം തന്നെ BJP-യുടെയും ഒക്കെ മുതിർന്ന നേതാക്കൾ എത്തുകയും പിന്നീട് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഭക്തർ പ്രതിഷേധമൊക്കെ അവസാനിപ്പിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ മലയെപ്പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് സിക്കന്ദർ ബാദുഷായുടെ ദർഗ എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലം, പക്ഷേ അവിടെയല്ല ചരിത്രപരമായി സിക്കന്ദർ ബാദുഷായുടെ ശരീരം ഉള്ളത്, അല്ലെങ്കിൽ അവിടെയല്ല സംസ്കരിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള രേഖകൾ അത് കോടതിയിലുണ്ട്. എന്നാലും ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്ഥലം അവർ കൈയാക്കി വെച്ചിട്ടുണ്ട്. അതിന് സമീപത്തായി ഇത്തരത്തിൽ ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നും പാടില്ല എന്നുള്ള ഒരു അവകാശവാദമാണ് അവിടെ ഉന്നയിക്കുന്നത്. എന്നാൽ പിന്നീട്, അതായത് ഒരു മുരുകക്ഷേത്രം അതിലുണ്ട്, ആ മലയിൽ തന്നെയുണ്ട്. അതിന് സമീപമായി തന്നെ ഒരു ശിവക്ഷേത്രമുണ്ട്. അത്തരത്തിൽ ക്ഷേത്രങ്ങളെല്ലാം കുടികൊള്ളുന്ന ഹൈന്ദവ ആചാരപ്രകാരം ഭക്തജനങ്ങൾ എത്തി ആചാര അനുഷ്ഠാനങ്ങൾ നടത്തി വരുന്ന ആ ക്ഷേത്രത്തിന് സമീപത്തോട് തന്നെ അവിടെ മത്സ്യമാംസാദികൾ അടക്കം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധാർഹമായി ആടിനെ അടക്കം കൊണ്ടുവന്ന് അവിടെ മറ്റു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇസ്ലാമിസ്റ്റുകൾ ശ്രമിച്ചിരുന്നു. അവിടെ ഒരു കലാപം ഉണ്ടാക്കുവാനുള്ള ശ്രമം വരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം അവിടെയുള്ള ഭക്തർ എതിർത്ത് നിന്നു എന്നുള്ളതാണ്. നമ്മൾ അന്ന് ഈ ജനൻ TVയുടെ നേതൃത്വത്തിൽ അവിടെ എത്തി കൃത്യമായും അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവിടെയുള്ള ഭക്തരെല്ലാം പറഞ്ഞത് അത് തന്നെയാണ്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് വരികയാണ്, അത് ഓരോ രൂപത്തിലാണ് ഓരോരുത്തർ വരുന്നത് എന്നുള്ളത്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഒരു MP തന്നെ ആ ഇസ്ലാമിസ്റ്റുകളെ പിന്തുണച്ചുകൊണ്ട് ആ മലമുകളിൽ കയറി മത്സ്യമാംസാദികൾ ഉൾപ്പെടുന്ന ഭക്ഷണം വരെ കഴിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഭക്തരെ അവഗണിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ വലിയ തരത്തിലൊരു പ്രതിഷേധം, അതായത് മുരുക ഭക്ത സംഗമം തന്നെ ഈ മധുര കേന്ദ്രീകരിച്ച് നടത്തിയത്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഈ ഭക്തജനങ്ങളാണ് ഈ ഒരു പ്രതിഷേധ സംഗമത്തിലടക്കം പങ്കെടുത്തത്. പിന്നീട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ മലമുകളിൽ
ഈ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഈ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഈ ദർഗയ്ക്ക് പുറമെ മറ്റ് തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് നിലനിൽക്കെ തന്നെ ഈ ദർഗയുമായി സംബന്ധിച്ച് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടത്തി വരികയാണ്. അതിനെ കൂടുതൽ വിപുലീകരിച്ച് ആ മല മുഴുവനും കൈക്കലാക്കുവാനുള്ള ഒരു ശ്രമം നടക്കുകയാണ്. ആ ഗൂഢശ്രമത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഈ ദർഗയ്ക്ക് 45-50 മീറ്റർ അകലെയാണ് ഈ ദീപത്തൂണുള്ളത്. ഈ ദീപത്തൂണിന് മുകളിലാണ് തങ്ങൾക്ക് കാർത്തിക ദീപം തെളിയിക്കണമെന്നുള്ള ഒരു ആവശ്യം അത് ഭക്തജനങ്ങൾ മുന്നോട്ട് വന്നത്. അതുമായി അതിനു വേണ്ടിയിട്ടാണ് ഹൈക്കോടതിയെ അടക്കം സമീപിച്ചത്. പക്ഷേ ജില്ലാ ഭരണകൂടം കൃത്യമായും അത് ഇസ്ലാമിസ്റ്റുകളെ പിന്തുണച്ചുകൊണ്ട് അവിടെ ഈ ഹൈന്ദവ വിശ്വാസത്തെ എതിർത്തുകൊണ്ട് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത്. എന്തായാലും ഈ ഭക്തരുടെയൊക്കെ പ്രതിഷേധത്തെ എത്ര കാലം ഇവരിങ്ങനെ അടിച്ചമർത്തുമെന്നുള്ളത് തന്നെയാണ് അവിടെയുള്ള ഓരോരുത്തരും ചോദിക്കുന്നത്. ഈ മലയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു മലയാണ്. അതിന്റെ ഈ മുകളിലെ ഭാഗം തന്നെ ഇപ്പോൾ കൈക്കലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം, അതായത് ദർഗ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മലയുടെ മുകളിൽ ഒരു ഭാഗം കൈക്കലാക്കിയിരിക്കുന്നു. ഇനി മറ്റുള്ള ഇടങ്ങളിൽ കൂടെ അത് വിപുലീകരിച്ചുകൊണ്ട് മറ്റൊരു പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഹൈന്ദവ വിശ്വാസികൾക്ക് അവരുടെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ആ മലമുകളിൽ ചെയ്യാൻ അനുവദിക്കാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് വിഷ്ണുകാന്ത് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. വെൽക്കം അഡ്വക്കേറ്റ് വിഷ്ണുകാന്ത്. The Madras High Court on December 1st ordered lighting Kartika Deepam at Tiruparankundram Hill, but DMK allies opposed the implementation, citing harmony risk, urging authorities not to ignore it. Now, what is the situation there? The situation is the police and the government, state government, is not at all obeying the court's order. They purposefully failed and neglected to obey the High Court Madurai bench order. And here the government purposefully making a riot between the general public and towards the police. They are only developing riot. And moreover, they purposefully neglected to enlighten the lamp at the hilltop of Tiruparankundram temple mountain. Okay. And as per reports, devotees blocked by police from reaching hilltop, and violent clashes erupted after lengthy legal fight for permission. Now, what is the situation there, Advocate Vishnukant? Here, the judge informed that the matter is posted tomorrow, and it is going to be taken as the first matter, 10:30 morning. Tomorrow morning, 10:30, the matter is going to taken At Madras High Court? Madras High Court, Madurai bench. Yeah. Contempt. The Okay. court considered this as a contempt and taking this matter tomorrow morning at the very first hearing. ഓക്കെ അഡ്വക്കേറ്റ് വിഷ്ണുകാന്ത്, മനോജിലേക്ക് കൂടി പോവുകയാണ്. മനോജ്, അവിടെ അഡ്വക്കേറ്റ് വിഷ്ണുകാന്താണ് നമ്മോട് സംസാരിച്ചത്. ഈ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ ഒപ്പം നിന്ന ആളാണ് അഡ്വക്കേറ്റ് വിഷ്ണുകാന്ത്. നാളെ ഈ കോടതിയലക്ഷ്യ നടപടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിനെ സമീപിക്കും എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് ആദ്യ കേസായി മധുരൈ ബെഞ്ചിൽ ഈ വിഷയം വരികയാണ്. ഹൈക്കോടതി വളരെ കൃത്യമായി ഡിസംബർ 1 ഉത്തരവിട്ടതാണ് അവിടെ ഈ തിരുപ്പരൻകുണ്ട്രം ക്ഷേത്രത്തിൽ അവിടുത്തെ ദീപത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാം എന്ന്. പക്ഷേ വളരെ കൃത്യമായി മനോജ് സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി സർക്കാർ കീഴടങ്ങുന്നു, DMK കീഴടങ്ങുന്നു. അവിടെ പോലീസ് ഭക്തരെയെല്ലാം അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മനോജ്, എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി ഇപ്പോൾ? പ്രതിഷേധിച്ച ഭക്തജനങ്ങളെയൊക്കെ തന്നെ അടിച്ചമർത്തുവാൻ വേണ്ടി പോലീസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഭക്തജനങ്ങളെല്ലാം തന്നെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവ് തന്നെ ലംഘിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുവാൻ അനുവദിക്കാതെ ഭക്തരെ അവിടെ നിന്നും അടിച്ചമർത്തുന്ന ഒരു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായും ഒരു നിയമ പോരാട്ടത്തിലൂടെ വീണ്ടും അവിടെ ദീപം തെളിയിക്കുവാനുള്ള ഒരു അവകാശം അത് ഭക്തർക്ക് വേണമെന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മധുര ബെഞ്ചിൽ നേരത്തെ അഡ്വക്കേറ്റ് വിഷ്ണുകാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ
നാളെ മധുര ബെഞ്ചിൽ ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ആദ്യ കേസായി തന്നെ രാവിലെ 10:30 തന്നെ ഈ കേസ് പരിഗണിക്കും. അതിൽ ഹൈക്കോടതി എന്താണ് നിരീക്ഷിക്കുന്നതും ഹൈക്കോടതിയുടെ വിധി പ്രഖ്യാപനം എത്തരത്തിലാകും എന്നുള്ളതുമാണ് ഇനി നോക്കിക്കാണേണ്ടത്. അതായത് കോടതി അലക്ഷ്യമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടായിട്ട് പോലും അവിടെ എത്തിയ ഭക്തരെ അവിടെ നിന്നും അടിച്ചോടിക്കുന്ന ഒരു രീതി, 144 പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ കൂട്ടം കൂടുന്ന ആളുകളെ അടക്കം മാറ്റുന്ന രീതിയുണ്ടായിരുന്നു. എന്തായാലും ആ ദീപത്തൂണിൽ ദീപം തെളിയിക്കാൻ തന്നെയാണ് ഭക്തർ ഒരുങ്ങുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. തിരുപ്പുറംകുന്றம் സംബന്ധിച്ചിടത്തോളം അതിന് ചരിത്രകാലമായിട്ടുള്ള ഒരു പലതരത്തിലുള്ള ചരിത്രങ്ങളുണ്ട്. അതായത് ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അവിടെയുള്ള ജനങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ നിരവധി കാര്യങ്ങളുണ്ട്. എന്തായാലും ഇത് കൈയടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ആ ദർഗയുടെ പേര് പറഞ്ഞ് ഒരു ശ്രമം ഗൂഢമായി നടന്നു വരുന്നു. അത് കാലങ്ങളായി നടന്നു വരുന്നു എന്നുള്ളതാണ്. ഇതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പിന്തുണ SDPIയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നു, അല്ലെങ്കിൽ ജമാഅത്തെ പോലെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നുമൊക്കെ ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഈ മധുരയിൽ നടക്കുന്ന ഈ ഒരു പോരാട്ടം അതിന് വലിയ തരത്തിലൊരു പിന്തുണ ലഭിക്കുകയാണ്. അത് ലോകമെമ്പാടുമുള്ള ഭക്തരടക്കം ഈ വിഷയം നോക്കിക്കാണുന്നുണ്ട്. കഴിഞ്ഞ കാലഘട്ടത്തിൽ പോലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിലനിന്നപ്പോൾ വലിയ തരത്തിലൊരു പിന്തുണ അവിടെയുള്ള ഭക്തർക്ക് ലഭിച്ചിരുന്നു. അത് തന്നെ തുടരുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഹിന്ദുമുന്നണിയുടെയും അതോടൊപ്പം തന്നെ BJPയുടെയും അടക്കം മുതിർന്ന നേതാക്കൾ അവിടെ എത്തിയിരുന്നു, പോലീസുമായി സംസാരിച്ചിരുന്നു. പോലീസ് ഈ അടിച്ചമർത്തുവാൻ ശ്രമിക്കുന്നതിനെയൊക്കെ എതിർത്തിരുന്നു. പോലീസും ഭക്തജനങ്ങളും തമ്മിൽ വലിയ തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. നിലവിലിപ്പോൾ സ്ഥിതി ശാന്തമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി നാളെ ഈ കോടതിയിൽ സമീപിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതായത് മനോജ്, വളരെ കൃത്യമായി ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം ഹൈന്ദവർക്ക് തന്നെയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് 1923 കോടതി ഉത്തരവ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം അവിടെ ദീപം തെളിയിക്കാനുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. പക്ഷേ അവിടെ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഭക്തരെ തടയുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അവിടെ വളരെ കൃത്യമായി പരമ്പരാഗതമായി അവിടെ നടക്കുന്ന ആചാരങ്ങൾ പിന്തുടരണമെന്ന് മദ്രാസ് ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ആ കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. നാളെ മധുര ബെഞ്ചിൽ എന്താണ് സംഭവിക്കാൻ സാധ്യത? വളരെ ചുരുക്കി. ഈ കേസ് പരിഗണിക്കുക, അതിൽ വിധി പ്രഖ്യാപിക്കുക. എന്തായാലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ കോടതിയിലുണ്ട്. അതിന്റെ ചരിത്രമൊക്കെ തന്നെ കൃത്യമായും അത് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഫലമായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ അത് ഇസ്ലാമിസ്റ്റുകളെ പിന്തുണയ്ക്കുവാൻ വേണ്ടി DMK സർക്കാർ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾക്ക് പോലും നേതൃത്വം നൽകുന്നുവെന്നത് തന്നെയാണ്. അതാണ് ഇവിടെ ചിന്തിക്കേണ്ട വിഷയം. തമിഴ്നാട് മധുരൈ തിരുപ്പരൻകുന്றம் മുരുകക്ഷേത്രത്തിൽ കാർത്തിക ദീപം കൊളുത്താനെത്തിയ ഭക്തരെ തടഞ്ഞ പോലീസ് എത്തുന്ന കാഴ്ചകളാണ് കണ്ടത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് മനോജ് പങ്കുവച്ചത്.